ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചൂട് കാലാവസ്ഥയിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐസ്ക്രീം റെസിപ്പിയാണ്. നല്ല രുചിയാണ് കേട്ടോ. ഇത് കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, എന്നാലും നല്ല രുചിയായിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. എന്തായാലും വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം. നിങ്ങൾ വീണ്ടും ഇത് ഉണ്ടാക്കും എന്ന് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ഈ ഒരു ഐസ്ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓറിയോ ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഓറിയോ ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഐസ്ക്രീം നല്ല രുചിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റൊക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള ചോക്ലേറ്റ് ബിസ്ക്കറ്റൊക്കെ എടുക്കുക കേട്ടോ, നല്ല രുചിയായിരിക്കും. അപ്പോൾ ആ ഒരു 10 പീസ് ബിസ്ക്കറ്റ് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്, അതായത് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. കൂടുതലാവരുത്, ഒരു നുള്ളു ഉപ്പിടുക. ഇതെല്ലാം കൂടെ നല്ല സ്മൂത്തായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഉപ്പിടുന്ന എന്തിനാന്ന് വെച്ചാൽ ഒരു രുചിക്ക് വേണ്ടിയിട്ടാട്ടോ, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. ഇതിലേക്ക് നമുക്കൊരു 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. നല്ല തണുപ്പുള്ള പാൽ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നേരെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നവരെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ കുറച്ച് ഒരു ടിപ്പ് കൂടി എനിക്ക് പറഞ്ഞു തരാനുണ്ട്, അതുകൂടി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഇത് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യണം. ഒരു 2 മണിക്കൂർ നിങ്ങൾ വെച്ചിട്ട് സെറ്റ് ചെയ്യുക. 2 മണിക്കൂറിന് ശേഷം എടുത്തിട്ട് ഇത് നമുക്ക് എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് വീണ്ടും ഒന്ന് നല്ല സ്മൂത്തായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വീണ്ടും നിങ്ങളിത് സെറ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം കിട്ടും. ഞാനിതിപ്പോൾ രാത്രി ചെയ്തതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ചെറിയൊരു ക്രിസ്റ്റൽ പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ, അപ്പോഴാണ് കൂടുതലായിട്ട് ഐസ്ക്രീം നന്നായിട്ട് വരിക. ഇപ്പോൾ തന്നെ നല്ല രുചിയാണ്. അപ്പോൾ അങ്ങനെ കൂടി ചെയ്താൽ കൂടുതൽ നല്ല രുചിയുള്ള ഐസ്ക്രീം നമുക്ക് കിട്ടും എന്ന് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ക്രീമി ആയിട്ട് വേണമെന്നുള്ളവർ 2 മണിക്കൂറിന് ശേഷം ഞാൻ പറഞ്ഞ മെത്തേഡ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല രുചിയാണ് ഈ ഒരു ഐസ്ക്രീമിന്. ഇതിൻ്റെ ടോപ്പിൽ ഞാൻ കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട്, കുറച്ച് സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ച പാടേ ഉള്ളൂ. പിള്ളേർ ഭയങ്കര എന്താ പറയുന്ന കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഉത്സാഹത്തിലായിരുന്നു. ബാക്കിയെല്ലാം തിന്ന് തീർത്തു, ഇതും കൂടെ ഇരിപ്പുള്ളൂ ഇനി. അപ്പോൾ അത്ര രുചിയുള്ള ഒരു ഐസ്ക്രീമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് ലൈക്ക് ചെയ്യുക. താഴെ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും ഒരു കിടിലൻ ഐസ്ക്രീം റെസിപ്പി ഞാൻ ഇടുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. ഉടനെ തന്നെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ, ടേക്ക് കെയർ.